ഞാനൊരു കൊമേഴ്ഷ്യൽ ആൻഡ് ഫാഷൻ ഫോട്ടോഗ്രാഫറാണ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു പുതിയ പ്ലഗിൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഡിഹാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഫയലിനെ ഫിലിം ലുക്കിലേക്ക് അല്ലെങ്കിൽ അനലോഗ് ലുക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലഗിനാണ്. അപ്പം ഞാൻ ഓർത്തു, അതിൻ്റെ ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസ് അവൈലബിൾ ആണ് യൂട്യൂബിൽ. അപ്പം മലയാളം വീഡിയോസ് ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് മലയാളത്തിലായിട്ട് ഒരു റിവ്യൂ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അവരെന്നെ അപ്രോച്ച് ചെയ്തിരുന്നു, ഡിഹാൻസർ ടീം. അവർക്ക് വേണ്ടത് ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ്. എന്നെ പോലുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ടെക്നീഷ്യൻസിൻ്റെ അടുത്തു നിന്ന് കിട്ടിയിട്ട് അവരതിനെ വീണ്ടും വീണ്ടും ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ചെയ്തിരിക്കുന്ന എൻ്റെ ഫോട്ടോഗ്രാഫി വർക്ക്സിൽ ഒരു ഫ്യൂ ഇമേജസിൽ ഞാൻ ഡിഹാൻസർ യൂസ് ചെയ്തു. ആൻഡ് എനിക്ക് വളരെ നല്ല ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു ബാക്ക് എൻഡ് പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത്. അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പല വീഡിയോസ് കാണാം. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. ഇതാണ് അവരുടെ വെബ്സൈറ്റ്, dehancer.com. ഓക്കെ, ഇനി ഞാൻ എന്നെപ്പറ്റി പറയാം. ഞാനൊരു ഫാഷൻ ആൻഡ് കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫറാണ്. advaitshine.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങൾക്ക് കയറി എൻ്റെ വെബ്സൈറ്റുകൾ കാണാവുന്നതാണ്. ഞാൻ ഫിലിമിലും, അതായത് റിയൽ ഫിലിം അനലോഗിലും ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട്. ഡിജിറ്റലിൽ മാത്രമല്ല, ഞാൻ പല പല ഫിലിം റോൾസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഡെവലപ്പ് ചെയ്ത് സ്കാൻ ചെയ്തിട്ട് ഞാനതിൽ ഭയങ്കര ഒരു അഗ്രഗണ്യനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. സ്റ്റിൽ ലേണിംഗ്. പക്ഷേ ഐ ഹാവ് ഗോട്ട് വെരി ഗുഡ് റിസൾട്ട്സ്. അപ്പം നിങ്ങൾ കാണുന്ന ഈ ഇമേജ് ആക്ച്വലി ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു കൺവേർട്ടഡ് ഇമേജ് അല്ല, റിയൽ ഫിലിമിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ എൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ ഏറ്റവും താഴെയായിട്ട് അനലോഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അനലോഗ് വർക്ക്സുകൾ കാണാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഡിജിറ്റലിനെ എങ്ങനെ നമുക്ക് ഫിലിമിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് വർക്ക്സുകൾ കാണിക്കാം. ഇതൊക്കെ എൻ്റെ ഫാഷൻ ആൻഡ് എഡിറ്റോറിയൽ പ്രൊജക്റ്റുകളാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ഇമേജ്, അതുപോലെ തന്നെ ഈ ഒരു ഇമേജ് ഡിഹാൻസറിലാണ് ഞാൻ ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ഇമേജ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഡിഹാൻസറിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ആക്ച്വലി ഈ ഒരു പിക്ചർ വോഗിൽ സെലക്ട് ആയൊരു ഇമേജാണ്. ഫോട്ടോ വോഗ് എന്ന് പറഞ്ഞിട്ട് വോഗിൻ്റെ തന്നെ ഒരു ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. അവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ ഇമേജസ്. അവരുടെ എഡിറ്റേഴ്സിന് വോഗിൻ്റെ വോയിസുമായിട്ട് കണക്റ്റ് ആവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്യും. ആ വെബ്സൈറ്റിൽ പെർമനൻ്റ് ആയിട്ട് ആ ഇമേജ് വരും. അങ്ങനെ സെലക്ട് ആയിരിക്കുന്ന ഒരു ഇമേജാണ് ഇത്. ഞാൻ ഡിഹാൻസർ വെച്ചിട്ടാണ് ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാനിതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ, ഇത് ഫൈനൽ ഇമേജാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഈ എഡ്ജസിൽ കാണുന്ന ബ്ലൂം ഇവിടെ കണ്ടോ, ഇതൊരു ഹലേഷൻ ആണ്. ഇതെല്ലാം ഉണ്ട്. ഈ ബ്രൈറ്റസ്റ്റ് സ്പോട്ട്സിലാണ് ഈ ഹലേഷൻസ് വരിക. ഇവിടെ ഈ എഡ്ജസ് കണ്ടോ. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാനൊരു കളർ ഇമേജും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൺവേർഷനും നിങ്ങൾക്ക് കാണിച്ചു തരാം. റോ കൺവേർഷനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാപ്ചർ വണ്ണാണ്. എന്നിട്ട് ഞാൻ ഫോട്ടോഷോപ്പിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഡിഹാൻസർ യൂസ് ചെയ്യുക. അപ്പം ഇതാണ് അതിൻ്റെ റോ ഫയൽ. എനിക്ക് ഞാൻ ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതിൻ്റെ റോ ഫയലാണിത്. ലോഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും, കാരണം ഹൈ റെസൊല്യൂഷൻ ഫയലായതുകൊണ്ട്. ഇത് പിൻ ഷാർപ്പ് ഇമേജാണ്. ഇതാണ് ഇതിൻ്റെ റോ ഫയൽ. അപ്പം ഇതിൽ മറ്റൊരു എഡിറ്റോ കാര്യങ്ങളോ ഒന്നും, വളരെ ബേസിക് കറക്ഷൻസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എനിവേ നമുക്കൊന്ന് കളർ ടെമ്പറേച്ചർ നമുക്ക് കെൽവിൻ ഒരു 6500 ആക്കാം. പിന്നെ ഈ ഒരു സൈഡ് ഫുൾ ബ്ലോൺ ഔട്ടാണ്, കാരണം ഇതൊരു സൺസെറ്റ് ടൈമിലാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ സൺ ഈ ഒരു സൈഡിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ബ്ലീച്ച് ഔട്ടാണ് ഇമേജ്.
അപ്പം എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈലൈറ്റ് ബാർ ഫുള്ളി നമുക്ക് ഡൗൺ ചെയ്യാം. അപ്പോൾ തന്നെ കുറച്ച് ഡീറ്റെയിൽ കണ്ടോ നമുക്ക് കുറച്ചുകൂടെ ഡൗൺ ചെയ്യാം, ഫുള്ളി ഡൗൺ ചെയ്യാം. എന്നിട്ട് നമുക്ക് കോൺട്രാസ്റ്റ് മാക്സിമം കുറയ്ക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു -40% കോൺട്രാസ്റ്റ്. കാരണം ഡിഹാൻസറിലേക്ക് നമ്മളിത് ഇട്ട് കഴിയുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഓവർ കോൺട്രാസ്റ്റിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് കോൺട്രാസ്റ്റ് കുറച്ചിട്ട് നമ്മൾ ഡിഹാൻസർ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു പൊട്ടിക്ക് സാച്ചുറേഷൻ കൂട്ടാം 2%. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്കിനി എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, TIFF 16 ബിറ്റായിട്ട് എപ്പോഴും എക്സ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പക്ഷേ അഡോബ് RGBയിലായിരിക്കരുത്, sRGB കളർ പ്രൊഫൈലിലായിരിക്കണം നമ്മൾ കൺവേർട്ട് ചെയ്യുക. TIFF 16 ബിറ്റ് അൺകംപ്രസ്ഡ് sRGB കളർ പ്രൊഫൈൽ. എന്നിട്ട് ഫോട്ടോഷോപ്പിലേക്കാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫോട്ടോഷോപ്പ് ഇൻ്റർഫേസ് ഓപ്പണായി. ഞാനൊന്ന് ഇമേജ് ഒന്ന് റീസൈസ് ചെയ്യണം, കാരണം ഇത്രയും സൈസ് നമുക്ക് ആവശ്യമില്ല. ഞാൻ സോണി A7 M4 ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ ഒന്ന് റീസൈസ് ചെയ്തിട്ടൊന്ന് 2500 പിക്സലിലേക്ക് കൺവേർട്ട് ചെയ്യണം, കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. സോ അത് കൺവേർട്ട് ചെയ്തു. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്യാമറ റോയിലേക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ഡീറ്റെയിൽസ് എനിക്കൊന്ന് പുള്ള് ചെയ്യാൻ പറ്റുമോ, ഒത്തിരിയല്ല, കുറച്ചുകൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. കണ്ടോ, നിങ്ങൾ സ്കൈ സൈഡ് ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നോക്കുമ്പോൾ അറിയാം കുറച്ച് ഡീറ്റെയിലൂടെ നമുക്ക് കിട്ടും. മോസ്റ്റ്ലി ആ സൺ സെറ്റ് ചെയ്യുന്ന അതേ സൈഡിലായതുകൊണ്ടാണ് അത് ബ്ലോൺ ഔട്ടായി പോയത്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. സോ നമുക്ക് നോക്കാം. നമുക്കിനി ഡിഹാൻസറിലേക്ക് ഇമേജിനെ കൊണ്ടുവരാം. ഫിൽറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഡിഹാൻസർ ഫിലിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഹാൻസറിൻ്റെ പ്ലഗിൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡിഹാൻസറിൻ്റെ ഇൻ്റർഫേസ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഇതിൻ്റെ സെറ്റിങ്സും, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ ഫിലിം എമുലേഷനുമാണ്. ഏകദേശം 63 ഫിലിം എമുലേഷൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ അവരുടെ പ്ലഗിനിൽ. നിങ്ങൾക്ക് പലതും ട്രൈ ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഓരോ ഫ്യൂജി, എറ്റാണ, വിവിഡ്, ഇതെല്ലാം ഓരോ ഫിലിമിൻ്റെ പേരുകളാണ്. ഈ 500, 100 എന്നുള്ളത് ISO സ്പീഡുകളാണ്. അതായത് ISO മാറുന്നതനുസരിച്ച് ഓരോന്നിൻ്റെയും ക്യാരക്ടറും മാറും, ഓരോ ഫിലിമിൻ്റെ ലുക്കും ക്യാരക്ടറും മാറും. അപ്പം ഞാനിവിടെ എൻ്റെ ഫേവറേറ്റ് ഫിലിം എമുലേഷൻ ആക്ച്വലി കൊഡാക് എക്ടാക്രോം E100. E100 എന്ന് പറയുന്നത് ആക്ച്വലി ISO സ്പീഡാണ്. എക്ടാക്രോം എന്നുള്ളൊരു ഫിലിം ലുക്കാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആക്ടിവേറ്റ് ആവാത്തതിൻ്റെ കാരണം ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ബോക്സ് നമ്മൾ ഇടണം. എന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കണ്ടോ, ഇത് ഓഫ്, ഇത് ഓൺ. ഫിലിം ലുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരു നല്ല ലുക്ക് വരുന്നുണ്ട്. പുഷ് പുൾ എന്നുള്ളൊരു ഓപ്ഷൻ, ആക്ച്വലി പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ് ആക്കുക, പുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ എക്സ്പോസ് ചെയ്യുക, അതായത് ഡാർക്ക് ആക്കുക. ഇതൊരു ഫിലിം ടേമാണ് ആക്ച്വലി. അതായത് പുഷ് 1 സ്റ്റോപ്പ്, പുൾ 1 സ്റ്റോപ്പ്. അതായത് നമ്മൾ ഇമേജ് ഷൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ, ഫിലിമിൻ്റെ സമയമാണ് കേട്ടോ ഞാൻ പറയുന്നത്, അതായത് അനലോഗ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ പറയുന്നത്. അപ്പം ഫിലിമിൽ പണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പുഷ് ചെയ്യുക 1 സ്റ്റോപ്പ് എന്ന് നമ്മുടെ ഡെവലപ്പ് ചെയ്യുന്ന ആളോട് പറയും. ഒരു 1 സ്റ്റോപ്പ് പുഷ് ചെയ്യുക, ഒരു 1 സ്റ്റോപ്പ് പുൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു ഓവറോൾ ലുക്കാണ് അതിനെ ബിൽഡ് ചെയ്യുക. നമുക്ക് ബ്രൈറ്റ് ഓർ ഡാർക്ക് ആക്കാൻ പറ്റും. അപ്പോൾ അത് ഓവറോൾ ഡീറ്റെയിൽസ് പൊങ്ങും. അതായത് ഷാഡോയിൽ നിന്നും, മിഡ് ടോൺസിൽ നിന്നും, ഹൈലൈറ്റിൽ നിന്നും, ഇവിടെയും നിന്നും നമ്മൾ പുഷ് ചെയ്യുമ്പോഴത്തേനും ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെ ഡാർക്ക് ആക്കുമ്പോൾ, അതായത് പുള്ളി ചെയ്യുമ്പോഴത്തേനും അതുപോലെ തന്നെ ഹൈലൈറ്റും മിഡ് ടോൺസിൽ നിന്നും ഷാഡോസിൽ നിന്നും ഡാർക്ക് ആവും. അപ്പം അത്ര ഒരു സിമ്പിൾ ടേംസിൽ ചിന്തിച്ചാൽ മതി. രണ്ടാമത്തെ കേസ് എക്സ്പോഷർ കോമ്പൻസേഷനിൽ മൊത്തത്തിലൊരു കോൺട്രാസ്റ്റും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ബ്രൈറ്റിന് ഒപ്പം തന്നെ കോൺട്രാസ്റ്റും ആവുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെൽവിൻ തന്നെ നമുക്ക് കൂളാക്കാം, അല്ലെങ്കിൽ വാം ആക്കാം. ഇത് ആക്ച്വലി ഒരു വാം ലുക്കാണ്, കാരണം അതൊരു സൺസെറ്റ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ.
ടിൻറ്റ് എന്ന് പറയുന്നത് കെൽവിൻ്റെ അടിയിൽ തന്നെ ഉള്ള പോലെ തന്നെ നമുക്ക് ടിൻറ്റ് അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് റെഡിഷ് സൈഡിലേക്ക് പിടിക്കാം. ഫിലിം ഡെവലപ്പർ എന്നുള്ളത് ആക്ടിവേറ്റ് ചെയ്യാം. നമുക്ക് അടുത്തായിട്ട് കോൺട്രാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗാമ കറക്റ്റ് ചെയ്യാം. ഇതെല്ലാം സബ്റ്റിൽ ചേഞ്ചസ് ആണ്. ഗാമ കറക്ഷൻ യൂസ് ചെയ്യുന്നത് വളരെ സബ്റ്റിലായിട്ടുള്ള ചേഞ്ചസ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇതിൻ്റെ ഹിസ്റ്റോഗ്രാം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കളർ ബൂസ്റ്റ് കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം. അടുത്തായിട്ട് ഫിലിം കംപ്രഷൻ, അതായത് ഹൈലൈറ്റ്സിനെ ഒന്ന് മാക്സിമം അത് പുൾ ഡൗൺ ചെയ്യും. നിങ്ങളിപ്പോൾ ഇവിടെ ഈ സ്കൈയുടെ പാർട്ട് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം ഇതിപ്പോൾ ഓഫാണ്. ഓഫാകുമ്പോൾ ഇവിടെ ഡീറ്റെയിൽ ഇല്ല. ഫിലിം കംപ്രഷൻ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം കണ്ടോ ഡിഹാൻസർ തന്നെ ഡീറ്റെയിൽ കൊണ്ടുവന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കൂട്ടാം. വൈറ്റ് പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ടോണൽ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കളർ ഡെൻസിറ്റി വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എക്സ്പാൻഡ് ആക്ച്വലി ബ്ലാക്ക് പോയിൻറ്റ്സ് കണ്ടോ നമുക്ക് സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ നമുക്ക് വീണ്ടും കോൺട്രാസ്റ്റ് തന്നെയാണ്. നമുക്ക് എനിക്ക് പേഴ്സണലി കോൺട്രാസ്റ്റ് വെക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് കൂടുതൽ കോൺട്രാസ്റ്റ് വളരെ ഇഷ്ടമാണ്. അപ്പം എല്ലാവർക്കും അത് ഇഷ്ടമാണെന്നില്ല. എൻ്റെ പേഴ്സണൽ ടേസ്റ്റ് അതാണ്. എൻ്റെ പേഴ്സണൽ വോയിസ് എനിക്ക് കോൺട്രാസ്റ്റ് വെക്കുന്നതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പം ഞാൻ കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് പലതരം, അതായത് ഫിലിമിലെ ഇമേജസ് നമുക്ക് പ്രിൻ്റ് ആയിട്ട് ഫോട്ടോഗ്രാഫിക് പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു ലുക്കാണ് നമുക്ക് ഈ പ്രിൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പലതരം ലുക്കുകളുണ്ട്. 2383 എന്നൊക്കെ പറയുന്നത് മോഷൻ പിക്ചർ ലുക്കുകളാണ്. ഫ്യൂജി ഫിലിം 3513 നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇവിടേക്ക് ഒരു ടോൺ ഡിഫറൻസസ് ഉണ്ട്. അപ്പം ഞാൻ ആക്ച്വലി കൊഡാക് എൻഡൂറ ഗ്ലോസി പേപ്പറാണ് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിനൊരു സിനിമാറ്റിക് ഫീലുണ്ട്, ഒരു വാമർ ടോൺ. കാരണം നമ്മുടെ ഇമേജ് മോർ ഓൺ ദ വാമർ സൈഡ് ആയതുകൊണ്ട് വാമർ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്ലോസി പേപ്പർ യൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ചെയ്യാം. കോൺട്രാസ്റ്റ് കുറച്ചുകൂടെ വെക്കുകയാണ്. അടുത്തായിട്ട് കളർ ഹെഡ്. വളരെ പ്ലീസിങ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വാമർ സൈഡിലേക്കാണ് ഞാൻ കുറച്ച് യെല്ലോ ആഡ് ചെയ്യുകയാണ്, കുറച്ച് മജന്ത ആഡ് ചെയ്യുകയാണ്, കുറച്ച് റെഡ്. വളരെ കുഞ്ഞ് ചേഞ്ചസ് ആണ്, പക്ഷേ അതൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇമേജിൻ്റെ ഫുൾ ഫീല് തന്നെ മാറുന്നുണ്ട്. നിങ്ങൾക്ക് പ്രിവ്യൂ ഇതായിരുന്നു റോ ഫയൽ. ഇപ്പോഴത്തെ ചേഞ്ച് കൊണ്ട് വന്ന റിസൾട്ട് ഇതാണ്. അടുത്തായി ഫിലിം ഗ്രെയിൻ. നമുക്ക് കസ്റ്റം കൊടുക്കുകയാണെങ്കിൽ നമുക്കതിനെല്ലാം ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. അതായത് കസ്റ്റം കൊടുക്കുകയാണെങ്കിൽ ഫിലിം ഗ്രെയിനെ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാം. എനിക്കിപ്പോൾ 35mm 250 ISO ആ ഒരു ലുക്ക് മതി. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ ഫൈൻ ട്യൂൺ ചെയ്യുന്നില്ല. എനിക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടു. ഹാലേഷൻ ഞാൻ കസ്റ്റം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഓരോ സെറ്റിങ്സും ചെക്ക് ചെയ്യാം. ഗ്ലോബൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഗ്ലോബലായിട്ട് ഇതുണ്ടോ, ഇവിടെ എല്ലാം ഗ്ലോബൽ ഡിഫ്യൂഷൻ കൂട്ടുന്നതനുസരിച്ച് ഇവിടെ എല്ലാം ഈ എഡ്ജസിലെല്ലാം ഹാലേഷൻ കയറി ഈ മോഡലിൻ്റെ സൈഡിലും ഈ ഫ്ലവേഴ്സിൻ്റെ സൈഡിലും ഒക്കെ വന്നിട്ടുണ്ട്. അടുത്തായി ബ്ലൂം ഹലേഷൻ പോലെ തന്നെ ഒരു അമേസിങ് എഫക്റ്റാണ്. അത് ഞാൻ കസ്റ്റം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഹെയ്സി ലുക്ക് നമുക്ക് കിട്ടും മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് സോഴ്സ് ലിമിറ്ററിങ്ങിന് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അതിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ ലുക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫിലിം ഡാമേജ് ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇത് അവരുടെ പുതിയ അപ്ഡേറ്റ് ആണ്. കാരണം അത് നമുക്ക് ഈ ഫിലിം കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഫിലിം ഡാമേജ് എന്ന് പറയുന്നൊരു എസ്തെറ്റിക് ലുക്ക് കിട്ടും നമുക്ക്, റിയൽ ഒരു ഫിലിം ലുക്ക്. പക്ഷേ ഞാനത് യൂസ് ചെയ്യുന്നില്ല. അടുത്തായിട്ട് നമുക്ക് വിഗ്നെറ്റ് ആഡ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ വരും. ദിസ് ഈസ് എ ഫൈനൽ ലുക്ക്. വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ലുക്ക് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഇനിയൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്ക് കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീണ്ടും നമ്മൾ ഡിഹാൻസർ എടുക്കുന്നു, ഡിഹാൻസർ ഫിലിമിലേക്ക് പോകുന്നു. സോ ഓൾറെഡി ചെയ്തു വെച്ച എഫക്റ്റ് പ്രീ അപ്ലൈഡ് ആവും. പിന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് മാറ്റണം. അപ്പോൾ ഞാൻ ഓൾ ഫിലിംസിൽ നിന്ന്
ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ടച്ച്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിംസ് മാത്രം കാണിക്കും. അപ്പം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളത് കൊഡാക് ഈസ്റ്റ്മാൻ XX5222 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കളേഴ്സും ഈ മുമ്പേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത പോലെ തന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത്രയധികം ഹാലേഷൻ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണ്ടെന്നാണ് എൻ്റെ ഒരു. അപ്പം ഞാൻ കുറച്ചൊന്ന് കുറയ്ക്കുകയാണ് ഹാലേഷനും അതുപോലെ തന്നെ ബ്ലൂമും. പിന്നെ നമുക്ക് ഈ പ്രിൻ്റ് ലുക്ക് ഒന്ന് മാറ്റാൻ വേണമെങ്കിൽ പ്രിൻ്റ് ലുക്ക് മാറ്റുന്നതനുസരിച്ച് ഓരോ ലുക്ക് വരും. നിങ്ങൾക്കത് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാം. ഡിഫറെൻറ്റ് ലുക്കുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഒരു ലുക്കാണ് ഇഷ്ടപ്പെട്ടത്. കൊഡാക് 2383 പ്രിൻ്റ് ഫിലിം ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. സോ ഇതാണ് അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്ക്. ഭയങ്കര ഒരു ഫിലിമിക് ഒരു എസ്തെറ്റിക് ലുക്കുണ്ട്. നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റി ഡിഹാൻസർ വെച്ചിട്ട്. മറ്റൊരു ആപ്പിനും ഇങ്ങനെ ഒരു റിസൾട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. മാത്രമല്ല ഇത്രയും ഈസി ആയിട്ട് നമുക്കിത് ചെയ്യാനും പറ്റിയെന്ന് വരില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഇമേജസിനെ ബാധിച്ചിരിക്കും ഡിഹാൻസറിൻ്റെ ഔട്ട്പുട്ടും. ഞാൻ പറഞ്ഞ പോലെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വന്നു കഴിയുമ്പോൾ കോൺട്രാസ്റ്റ് മാക്സിമം ഡിക്രീസ് ചെയ്തിട്ട് ഡിഹാൻസറിലേക്ക് ഇടാവുള്ളൂ. കാരണം ഡിഹാൻസറിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഓരോ സെറ്റിങ്സിലും തന്നെ ടോണൽ കോൺട്രാസ്റ്റുകളുണ്ട്. അപ്പം നമുക്ക് മാക്സിമം കോൺട്രാസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം കൊണ്ടുവരിക. ഇതാണ് ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലുക്ക്. ഈ ഇമേജിൻ്റെ തന്നെ അതിൻ്റെ കളർ ലുക്ക് ഇത്. അപ്പം എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഇതിൻ്റെ കളർ ലുക്കാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റും നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് എൻ്റെ ഇമെയിൽ ഐഡിയിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. അതല്ല ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. അദ്വൈത് ഷൈൻ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്വൈത് ഷൈൻ എന്നുള്ള നെയിം യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രൊമോ കോഡിൻ്റെ സമയത്ത് എൻ്റെ പേര് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഹാപ്പി ഷൂട്ടിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.